ഈ വണ്ടിയിലും വെക്കാം, ആ വണ്ടിയിലും വെക്കാം. കാരണം അന്ത ബാഗ് അടിക്ക് തുറന്നു കൊടുത്താൽ മതി, ബട്ടൺ അമർത്തിയിട്ട് മറടി. ഈ ബാഗ് ഇതിലുള്ള എന്തിനാ കരിയണേ? എന്തിനാ കരിയണേ? സുഖപ്രസവം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് സുഖപ്രസവം തന്നെ. ഇടമേ ഇല്ലയാ ഉറങ്ങുക. അങ്ങനെ കഴിച്ച് നമ്മള് ഇനി അങ്ങോട്ട് പാലക്കാട്ടിലോട്ടുള്ള യാത്രയാണ് അല്ലേ? ഇനി അലയുടെ കളി ഇനി പാലക്കാട്. ഉമ്മ കാത്തിക്കുണ്ടാവും. ഉമ്മ ഇന്നലെ ഒന്നും ഉറങ്ങിയിട്ടില്ല, കുട്ടി വരല്ലേ ഏച്ചിട്ട്. എന്തായാലും 10 ദിവസം കഴിഞ്ഞിട്ട് നമുക്ക് ഇൻഷാ അല്ലാ ഒന്ന് കൊണ്ടുപോയി കാണിച്ചിങ്ങനെ വരാം കേട്ടോ. ഇത്ര ദൂരം ആവുകൊണ്ടാണ്. ഇൻഷാ അല്ലാ. അങ്ങനെ വേണോ? നിക്കണോ? അങ്ങനെയൊക്കെ ചെയ്യണല്ലേ? ഓ നിങ്ങള് പറയുന്ന മാതിരി. അങ്ങനെ നമ്മള് മഞ്ചേരി എത്തി. അതുകൊണ്ടാണല്ലേ? ഓക്കെ. അങ്ങനെ ഗൈസ് നമ്മളിപ്പോ മഞ്ചേരി എത്തി. ഇനി നമ്മള് നേരെ സീനു ഉണ്ടാതിരിക്ക. സീനു കരച്ചില്ല. നിനക്ക് കല്യാണം കഴിഞ്ഞപ്പോ ഇങ്ങനെ കരഞ്ഞില്ലാന്ന് എനിക്ക് തോന്നുന്നു. ആ വലിയ കരച്ചിലുണ്ടായിരുന്നല്ലോ. ഇതിപ്പോ എന്താ ഭയങ്കര കരച്ചിലായിരുന്നല്ലോ. ഉമ്മയും കരച്ചില്, അനിയത്തിമാരും കരച്ചില്, കരച്ചിലോട് കരച്ചില്ല. എനിക്ക് വാസാലും കരച്ചിലൊന്നും. പിന്നെ എന്തിനാ കരയുന്നെന്ന് വെച്ചിട്ട് മിയാസ് ചോദിക്കണം, മാമ എതുക്കാ ഒരു അളുവറാന്ന്? എതുക്ക അളുവറ ഉനക്ക് തെളിഞ്ഞതാ? എവിടെ പിന്നെ കൊണ്ടേ ആക്കിയെന്ന് വിചാരിക്കോ? കരയോ? പിന്നെ വീട് മാറിയ കരയോ? നമ്മളെ ബാക്കിലെ വണ്ടിയില് ഇനി രണ്ടാമത്തെ അമ്മായി ഉണ്ട്, പിന്നെ ചക്കര ഉണ്ട്, നിജാസ് ഉണ്ട്, അൻവർ ഷാനും ഉണ്ട്. ഒരു ബാക്കിലുണ്ട്. വണ്ടിയിലൊക്കെ ഫുള്ള് ലഗേജാണ്. ഇത്രയൊക്കെ സാധനം എന്റെ കൊണ്ടുവരാണ്ട്. എന്നാ ഞാൻ ഗൂഡ്സ് എടുത്ത് വന്നാൽ മതിയായിരുന്നു. കുറവാ? സാധനം എവിടെ? അങ്ങനെ ദിവസങ്ങൾക്കും മാസങ്ങൾക്കും ശേഷം വരുന്നുണ്ട് അല്ലേ? നമ്മളെ ബാഗൊക്കെ എടുത്ത് ഇങ്ങനെ നടക്കുന്നുണ്ട്. ബാക്കിയുള്ളവർ ഇനി പിന്നാലെ വരുന്നുണ്ട്. ഒരു വരാൻ കുറച്ച് വൈകും, അപ്പം പോവുകയാണ്. എന്തായാലും ഉമ്മ കുട്ടിയെ കാത്ത് നിൽക്കുകയാണ് കേട്ടോ. അങ്ങനെ വലിയൊരു ചടങ്ങോ ഫങ്ഷനോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാകുന്നില്ല. നമ്മൾ കുറച്ച് പേര് പോയി കൂട്ടിക്കൊടുന്ന് ഒക്കെ സംഭവം നല്ല ഒരു സന്തോഷ മുഹൂർത്തമാണ്. പക്ഷേ ഉപ്പല്ലാത്ത ഒരു സങ്കടം ഉണ്ട് നമുക്കൊക്കെ. കാരണം പേരക്കുട്ടിയെ കാത്തു നിൽക്കുന്ന രണ്ടാൾക്കാരിൽ ഇപ്പോൾ ഒരാളേ ഉള്ളൂ. ഒരാൾ
നമ്മളിപ്പല്ല. അതൊക്കെ കളിപ്പിക്കാനോ കൊണ്ടടക്കാനോ ഉള്ളൊരു യോഗ ഉണ്ടായില്ല. നിങ്ങൾ വേഗം വരി, ഞാൻ പിടിക്കണം മറ്റേ ഷാല്ല. അപ്പം ആ പെരയിൽ വരുമ്പോൾ നമുക്ക് ഈ ഇടങ്ങാറൊന്നും ഉണ്ടാവില്ല. ഇത്ര ഏറ്റി കൊണ്ടുവരലും ഇതൊന്നും പാടുണ്ടാവില്ല. എനിക്ക് അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നിട്ട് എന്താ എൻ്റെ അഭിപ്രായം? ടെൻഷനും ഇടങ്ങാറൊക്കെ ഉണ്ടോ? എന്തിന്? ഇപ്പൊ മാറിയില്ലേ? രണ്ട് മണിക്കൂർ യാത്ര ചെയ്തപ്പോ മാറിയില്ലേ? നമ്മുടെ അല ഉറങ്ങി തന്നെയാണ് കേട്ടോ. അല്ലെ അമ്മായി എടുത്ത് നടക്കുകയാണ്. അതെന്തേ? എത്തി നമ്മുടെ അലയെ കൊണ്ട് നമ്മൾ നമ്മുടെ വീട്ടിലോട്ട് എത്തി. അപ്പം എന്തായാലും വീട്ടിലത്തെ വിഷ്വലോ വീഡിയോ ഒന്നും നമുക്ക് എടുക്കാൻ സാധിക്കില്ല. കാരണം ഉമ്മ വീട്ടിൽ ഇതുള്ളതുകൊണ്ട് നമുക്ക് അധികം വീഡിയോസിലൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഞാൻ എന്തായാലും ഇൻഷാ അല്ലാഹ് ഉമ്മ അല്ലാത്ത കുറച്ച് വീഡിയോസുകൾ ഞാൻ എന്തായാലും എടുക്കാം. ഓക്കെ, അങ്ങനെ അല്ല ഗൈസ് നമ്മുടെ വീട്ടിലോട്ട് എത്തിയിട്ടുണ്ട്. അല ഗോയിങ് ടു മൈ ഹൗസ് എന്ന് പറഞ്ഞു. നീച്ചോ എണീറ്റോ, പെരയിലെത്തി. എണീറ്റോ കേറി, വലത്തേക്കാല് വെച്ച് കേറി. ഇപ്പൊ ഏതാ വീട് ഏതാ ആൾക്കാര് എന്നൊക്കെ നോക്കി നിക്കാണ്. ഇപ്പൊ കുട്ടി ആകെ അന്തം പോയിട്ട് നിക്കാണ് അല്ലേ? ചെറുക്കണ എങ്ങനെ? ചെറുക്കണെങ്കിൽ ഇങ്ങനെ ആക്കിയാൽ ചിറുക്കി ഇങ്ങനെ കേട്ട് ഇങ്ങനെ പഠിച്ചോ. അതെ, മതിയോ? ഇങ്ങനെ എടുക്കാനാണെങ്കിൽ ഇങ്ങനെ ഇതന്നെ വാപ്പ പറയട്ടെ, ഇത് വൈൻഡപ്പാക്കാം. അങ്ങനെ നമ്മൾ നമ്മളുടെ പാലക്കാട്ടിലെ വീട്ടിലോട്ട് എത്തി അല്ലേ? ഇനിയുള്ള കാലം രാജയുടെ കരച്ചിൽ ഇവിടെ. ഇതേതോ താടിലും മീശ കുട്ടീന്റെ കൂടെ സാധനങ്ങൾ എടുത്തിട്ട് വരാം. ഇനി നമുക്ക് പുതിയ വിശേഷങ്ങളൊക്കെ ആയിട്ട് പിന്നെ കാണാം. നമ്മൾ സേഫ് ആയിട്ട് നമ്മളെ വീട്ടിലോട്ട് എത്തിയിട്ടുണ്ട്. ഇനിയിപ്പോ ഓരോരുത്തരായിട്ട് ഇല കൊയ്യണ മാരിപ്പൊക്കെ പോകൂലേ, ഒക്കെ അവരവരുടെ നാട്ടിൽ പോവും. പിന്നെ ഞങ്ങൾ മാത്രം ഇറങ്ങുന്ന ചെറിയൊരു സ്ഥലം. പിന്നെ ഇവര് വിരുന്നുകാരന്മാരൊക്കെ വരും അല്ലേ? ദൂരായോണ്ടാണ്. അതെങ്ങനെ നോക്കാണ് ഓട് പാടം വെറൈറ്റി ഗ്രാമ കാഴ്ചകൾ കാണാം. ഇവിടുന്ന് വെറൈറ്റി ഭാഷ കേൾക്കാം. കണ്ണാറക്കണ്ണനെ കാണാം. അമ്മമ്മന്റെ കൊറേ ഭാഷ കേൾക്കാം. ഇതുവരെ കേൾക്കാത്തത് കേൾക്കാം. കുടുങ്ങിയാലോ മറ്റേ റീലില് പറയില്ലേ, ഞാൻ ഉദ്ദേശിച്ചത് ഇങ്ങനെ എടുത്തോളി. കുറച്ചേരും കൂടി ഇതാണ് മൂത്ത അമ്മായിയാണ്. ഇതൊക്കെ ഇന്നെ കൊറേ എടുത്തത്. അപ്പൊ എന്റെ കുട്ടീനെ എടുക്കാറായിരുന്നു അല്ലേ? ഇതേമാതിരി തന്നെയല്ല ഞാനും ഉണ്ടായിരുന്നേ. ഞാൻ പിന്നെ കുറച്ചും കൂടി നിറം കൂടുതലായിരുന്നു അല്ലേ? ഏത് നിറാന്ന് പറയാ. എന്റെ മാതിരിയായിരുന്നു ഈ കുട്ടി നിറം. ഞാനോ
കുറച്ച് കളറ് കുറയും കേട്ടോ. കളറുണ്ടല്ലേ ഇത് ഓളെ മാരിയല്ലേ? ഇത് ആരെ മാരിയാ? ആരെ മാരിയാ? മനുഷ്യനെ മര്യാദ ഇതാണ് കുഞ്ഞു മുഖതിന്റെ ഇതാണ് ഈ ചെറുക്കോട്ടെ. ഒന്ന് കണ്ടുപിടിച്ചേ നുണക്കുഴി ഉണ്ട് നുണക്കുഴി ഉണ്ട് ആദ്രം ചക്കരതാ ചിറ്റപ്പയും കൂടി കളിപ്പിക്കാൻ വേണ്ടിയേനു അല്ലേ? പേടിക്കണെങ്കി ഇതാ അങ്ങനെ സോഫിക്ക് കുട്ടീനെ കുറച്ചേരം കൂടി കളിപ്പിക്കാം അല്ലേ? 1 മണിക്കൂർ കൂടി അധികം കിട്ടി. ആ ഇതിനെ മണ്ടാവും. ഇതിനെ വള്ളം കൂടെ കയറ്റി നടക്കും ഈ വരുമ്പോക്ക്. കഴിഞ്ഞോ ഈ ഒറ്റ ബാഗുള്ള ഇതില്? ഏയ് നീ ഊർക്ക് പോലെയാ? നമുക്ക് അമ്മ ഡ്രസ്സ് മാറ്റി തിരിച്ച് ഇതിലാ കുട്ടീന്റെ ഡ്രസ്. അതിലാവും കുട്ടിയുടെ ഡ്രസ്സ്. ഇത് പെട്ടി തന്നെ ഉള്ളൂ കേട്ടോ.